Hi everyone. ട്രിഗ്നോമെട്രിയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. If cos square theta by cot square theta plus sin square theta minus 1 equal to 3, where theta lies between 0 degree and 90 degree, അങ്ങനെയാണെങ്കിൽ what is the value of tan theta plus cosec theta? Okay. നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് തന്നെ ചെയ്യാം. ആ തീറ്റയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയിലാണ്. അപ്പം നമുക്കറിയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്താണ്? തീറ്റയുടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, പിന്നെ 0-90 പോസിബിൾ അല്ല. അപ്പം 30, 45, 90 ഡിഗ്രി നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓപ്ഷൻസ് 30, 40, 60 ഡിഗ്രി ആണ്. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസിൽ എന്താണ്? ഓപ്ഷൻസ് എല്ലാത്തിലും ഒരു √3 ഒളിഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ? എല്ലാ ഓപ്ഷനിലും ഒരു √3 ഉണ്ട്. എപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് √2 ആണുള്ളതെങ്കിൽ 45 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ നല്ലത്. അതേപോലെ ഓപ്ഷൻസ് √3 ആണുണ്ടെങ്കിൽ എയ്തർ 30 ഡിഗ്രി ഓർ 60 ഡിഗ്രി ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ബെറ്റർ. ബിക്കോസ് ഇപ്പം സീക്ക് 45 അല്ലെങ്കിൽ സൈൻ 45 എന്താണ്? √2 ഉണ്ട്. സീക്ക് 45 √2 ആണ്, സൈൻ 45 1/√2 ആണ്, കോസ് 45 1/√2 ആണ്. ഇപ്പൊ √2 ഉള്ളത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 45 ആവാനാണ് ചാൻസ് നമുക്ക് ഊഹിക്കാം. അതേപോലെ തന്നെ ടാൻ 30 1/√3 ആണ്, കോസ് 30 √3/2 ആണ്, സൈൻ 60 √3/2 ആണ്. അപ്പം ഈ √3 ഒക്കെ ഉള്ള either 30 or 60 ഡിഗ്രി ആവാനാണ് ചാൻസ്. അപ്പൊ ഞാൻ തീറ്റയ്ക്ക് 30 സപ്പോസ് കൊടുക്കുന്നു. തീറ്റയ്ക്ക് 30 കൊടുത്താൽ എന്ത് കിട്ടും നോക്കാം. ഓക്കെ, തീറ്റയ്ക്ക് 30 കൊടുത്തു. നമ്മൾ ആൻസർ ഇന്ന് തന്നെ കൊടുക്കാം. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ പ്ലസ് കോസിക് തീറ്റയുടെ വാല്യൂ. തീറ്റയ്ക്ക് 30 ഡിഗ്രി ആണെങ്കിൽ ടാൻ തീറ്റ പ്ലസ് കോസിക് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 1/√3 പ്ലസ് 2 അല്ലേ? ഇതെന്ന് വെച്ചാൽ √3 കോമൺ ആയിട്ട് എടുക്കണം. 2√3 പ്ലസ് 1/√3. അത് നമ്മുടെ ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പം 30 ഡിഗ്രി കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടൂല. തീറ്റയ്ക്ക് 60 ഡിഗ്രി കൊടുത്തു നോക്കാം. 60 ആവാനാണ് അപ്പൊ ചാൻസ്. തീറ്റയ്ക്ക് 60 ഡിഗ്രി കൊടുത്തു നോക്കുമ്പോൾ ടാൻ 60 എന്ന് പറയുമ്പോൾ √3 പ്ലസ് കൊസീക് 60 എന്ന് പറയുമ്പോൾ 2/√3. ഓക്കെ, ഇത് എന്ത് കിട്ടും? √3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 5/√3 കിട്ടും. 5/√3 അല്ലെങ്കിൽ 5√3/3. 5√3/3 നമ്മുടെ ഓപ്ഷൻസി ഉണ്ട് അല്ലേ? പക്ഷെ ഓപ്ഷൻസി ഉണ്ടെന്ന് വെച്ച് മാത്രമല്ല, ഈ ഒരു കണ്ടീഷൻ ക്വസ്റ്റിന് ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. കോസ്കർ തീറ്റ ബൈ കോസ്കർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 = 3. ഇതും കൂടെ സാറ്റിസ്ഫൈ ആവും. ഇത് സാറ്റിസ്ഫൈ ആവുന്ന നമ്മൾ നോക്കണം. നമുക്ക് ചെക്ക് ചെയ്യാൻ സാറ്റിസ്ഫൈ ആവുന്ന ഒന്ന് 60 ഡിഗ്രി എടുക്കുമ്പോൾ കോസ്കർ തീറ്റ എന്താ? കോസ് തീറ്റ 1/2 ആവും, കോസ്കർ തീറ്റ 1/4 ആവും. കോട്ട് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ കോട്ട് തീറ്റ 1/√3 ആണ്. അപ്പൊ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ 1/3 ആണ്. പ്ലസ് സൈൻ സ്ക്വയർ, ഈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എനിക്ക് മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ? സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. അപ്പം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് വെച്ചാൽ മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പം മൈനസ് 1/4. ഓക്കെ, എല്ലാത്തിന്റെയും LCM എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ? ഇപ്പം മേളിൽ 3/12 ആയാലും താഴെ 1/3 4/12, 1/4 3/12. എല്ലാ 12 അടിയിലുള്ള 12 ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് എഴുതാത്തത്. അപ്പം =3 തന്നെ. അപ്പം നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ്. തീറ്റയുടെ വാല്യൂ 60 ഡിഗ്രി. ഇനി എക്സാം നമ്മൾ എക്സാമിന് അറ്റൻഷൻ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് സമയമില്ലെന്ന് എനിക്ക് തീരെ സമയമില്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ എന്താണ്, നമുക്ക് ഫോർമുല വെച്ച് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാമല്ലോ. ഫോർമുല വെച്ചാലും എളുപ്പം ചെയ്യും. ഇപ്പോൾ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം. ഫോർമുല വെച്ച് നമുക്ക് ആദ്യമേ ചെയ്താൽ കിട്ടും. ഇപ്പം ചിലപ്പം നമ്മളോട് 30 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയില്ല, പിന്നെ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടൂല. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് പെട്ടെന്ന് കിട്ടി. ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യും. അപ്പം എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല വെച്ച് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ കണ്ടാലേ അറിയാം ഫോർമുല വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. കോസ്കർ തീറ്റ ബൈ കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഞാൻ കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എനിക്ക് എഴുതാമല്ലോ. സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് വെച്ചാൽ മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പം മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ എന്തിട്ടും കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് 3 കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പൊ ഈ കോസ് സ്ക്വയർ തീറ്റ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 4 കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. 4 കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? 3 കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. 3 കോട്ട് സ്ക്വയർ തീറ്റ എനിക്ക് വീണ്ടും എഴുതാൻ പറ്റും. കോട്ട് സ്ക്വയർ തീറ്റ എനിക്ക് വീണ്ടും കോസിന്റെ ടേംസ് എഴുതാൻ പറ്റും. 3 കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഒന്നുമില്ല, ഈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് 3 കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതും. എന്നിട്ട് കോസ് സ്ക്വയർ തീറ്റ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരും. അപ്പം
4 cos square തീറ്റ ഇവിടെ 4 cos square തീറ്റ ഈക്വൽ ടു 3 cot square തീറ്റ എന്ന് വരും. ആ cot square തീറ്റയാണ് ഞാൻ cos square തീറ്റ ബൈ sin square തീറ്റ എന്ന് എഴുതിയത്. അപ്പൊ കോസ് എല്ലാ ടേംസും ക്യാൻസൽ ചെയ്തോണ്ട് ഇങ്ങനെ കാൽക്കുലേഷൻ മാക്സിമം ഷോർട്ട് ആക്കാനുള്ള ഇരുന്നു എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷനും കൂടെ ഏറ്റവും ചെയ്തു. നമ്മൾ +2 പഠിക്കുന്ന പോലെ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് എഴുതി എന്നുള്ള കാര്യം ആൻസർ കിട്ടുന്ന ആൻസർ ഇത്രയും പെട്ടെന്ന് കിട്ടണം. ഓക്കെ, മാക്സിമം സ്റ്റെപ്പ് ഒക്കെ ചുരുക്കം നോക്കണം. അപ്പം എന്ത് കിട്ടി? സൈൻ തീറ്റയുടെ വാല്യൂ 3/4 എന്ന് കിട്ടി അല്ലെ? സൈൻ തീറ്റ 3/4, സോറി സൈൻ സ്ക്വയർ തീറ്റ 3/4. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? √3/2. ഓക്കെ, അപ്പൊ തീറ്റയുടെ വാല്യൂ 60 ഡിഗ്രി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ടാൻ തീറ്റ പ്ലസ് കോസിക് തീറ്റ 5√3/3 ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.